എന്താണ് ഇഷ്ടപ്പെട്ട പടത്തില്? എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ട് ചേട്ടാ? സൂപ്പർ. ഒരു എൻഗേജിങ് ആണോ കേട്ടോ? നല്ല കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? നല്ല അഭിനയമാണ്. വെല്ലുവിളി കാണാൻ പ്രചോദിപ്പിക്കും. നല്ല രീതിയിലുള്ള കഥ, നല്ല ആക്ടേഴ്സ്. ചില ഒരു പോലീസ് സ്റ്റോറി അല്ലേ, അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ത്രില്ലർ മൂവിയാണ്, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഇല്ല, പടം എങ്ങനെ ഒരു ത്രില്ലർ അടിപ്പിക്കുന്നു? നല്ല സിനിമ, നല്ല നായക, പുതിയ നായകന്മാരാണ്, നായികയാണ്, കൊള്ളാം, എല്ലാം കൊണ്ടും കൊള്ളാം. പിടിച്ച് കണക്ട് ആവുന്ന സിനിമയാണ്. എനിക്ക് പറയുന്ന ത്രില്ലർ മൂവിയല്ലേ, നല്ല ഒരു ഫീലിംഗ്സ് ഉണ്ടല്ലോ. നല്ല പറയാനും നല്ല കഥാപാത്രങ്ങളും കൊള്ളാം. സൂപ്പർ. ഒരു അഭിപ്രായമില്ല, ഒരു വായിച്ചു കൊള്ളില്ല. ഒരു ചെറിയ പിന്നെ അവര് പിന്നെ വേറെ വലിയ അവകാശവാദങ്ങളൊന്നും ആയിട്ട് വന്ന സിനിമയൊന്നും അല്ലല്ലോ. സഹിക്കാൻ പറ്റില്ല. പിന്നെ വെറുതെ സമയം പോകാൻ വേണ്ടി കയറിയതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒന്നും ഒരു പോസിറ്റീവ് എനിക്ക് പറയാനില്ല. താരങ്ങളുടെ അഭിനയത്തിന്റെ കുഴപ്പമൊന്നുമല്ല, കഥ മോശം. ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒന്നും എനിക്കൊരു രസമായിട്ട് തോന്നുന്നില്ല. എന്താണ് പടത്തിൽ ഇഷ്ടപ്പെട്ടത്? എന്താണ് പടത്തില്? കുറച്ച് സസ്പെൻസ് ഉണ്ട്. ഒരു പോലീസ് സ്റ്റോറി അല്ല, അപ്പൊ അതെങ്ങനെയാണ്, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടോ? ഓക്കെ. വേറെ എന്താണ് ഇഷ്ടപ്പെട്ട പടത്തില്? മെയിനായിട്ട് ലവ് സ്റ്റോറി അല്ല ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നല്ല പടം. ഓക്കെ. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തില്? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ. നല്ല പടം. പടം കണ്ട് നല്ല എൻഗേജിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇതിൽ നായകന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നായകൻ നല്ല അഭിനയമാണ്, നല്ല ഭാവിയുള്ള നായകനാണ്, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ത്രില്ലർ മൂവിക്ക് പറ്റിയൊരു നായകനാണ് അദ്ദേഹം. ചേച്ചി, ഈ പടം മറ്റേ പോലീസ് സ്റ്റോറി അല്ല, അപ്പൊ അത് നല്ല ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് അഭിനയിച്ചത് സൂപ്പർ ആയിരുന്നു. ആ നായകനും സൂപ്പർ. നല്ല ഒരു പോലീസ് വേഷത്തിൽ ഏറ്റവും നന്നായിട്ട് യോജിക്കുന്ന ഒരു നായകനാണ്. നല്ല പടമാണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആക്ഷനൊക്കെ നല്ലതാ. നല്ല ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. പടത്തിൽ എന്താണ് ഇഷ്ടപ്പെട്ട? വേറെ ത്രില്ലിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ത്രില്ല് അടുപ്പിക്കുന്നുണ്ടോ പടം കണ്ട്? ത്രില്ല് ഇടയ്ക്കൊക്കെ ത്രില്ലർ വരുന്നുണ്ട്. ആക്ഷനൊക്കെ നന്നായിട്ടുണ്ട്. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഈ സിനിമ കാണാമെന്നൊരു റീസണിന് വേണ്ടിയായിരുന്നു. പേര് കണ്ടിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഒന്നിൽ കാണുന്നു. പക്ഷെ സിനിമ എടുത്തു വെച്ചേക്കുന്ന എന്താണ് റീസൺ? മേക്കേഴ്സ് ഹാവ് ടു സേ സംതിങ് അബൌട്ട് ഒരു ആക്ച്വലി സ്പീക്കിംഗ്. അതിനൊരു ട്വിൻ ബ്രദർ, അദ്ദേഹത്തിന്റെ ഒരു പണ്ട് കളഞ്ഞുപോയ ഒരു ബ്രദറിനെ തേടി പോകുന്ന ഒരു അയാളിപ്പോ ഒരു പോലീസ് ഓഫീസറാണ്. അയാളുടെ ബ്രദറിന് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി ഒരു നമ്മള് വി ഷുഡ് മൂവ് വിത്ത് ദ ടൈംസ് എന്നൊക്കെ പറയും. ഇങ്ങനത്തെ മൂവീസ് ഒന്നും അതിൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞു. ആക്ച്വലി ഇങ്ങനെ എത്ര നേരം ഇങ്ങനത്തെ മൂവീസ് ഉണ്ടാക്കുക ഒരു ബജറ്റാണ്, 1 കോടി അല്ലെങ്കിൽ 2 കോടി. ഇപ്പോൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ തിരികെ വേണ്ടയോ എന്ന് ചിലപ്പോൾ ആലോചിച്ചു പോകും. കുഴപ്പമില്ലാത്തൊരു കാസ്റ്റ് ഉണ്ട്. നല്ലൊരു സ്റ്റോറി എടുത്തിട്ട് ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ജോണറിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്തിനാണ് ഇത്രയും ടൈം, ഇത്രയും എഫേർട്ട്, എന്താണ് പേർപ്പസ് എന്ന് ചിലപ്പോൾ ഇങ്ങനത്തെ മൂവീസ് കാണുമ്പോൾ ചിന്തിച്ചു. മേക്കേഴ്സിന് തന്നെ അറിയാൻ പറ്റും ഇതിന്റെ ഫേറ്റ് എങ്ങനെയാണ്. അതല്ല, പക്ഷെ എനിക്കൊരു സിനിമ ഉണ്ടാക്കിയാൽ മതി, എനിക്ക് കളയാൻ ഇത്രയും പൈസ ഉണ്ടെന്നാണോ ഇതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഒരു മൂവി ആയിട്ട് ഒരു കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ നമ്മള് പുതിയ ആൾക്കാർക്ക് ഓരോ പ്രാവശ്യം നമ്മൾ ചാൻസ് കൊടുക്കും. അത് ഭേദപ്പെട്ട് വരുന്നു. പക്ഷേ ദേ ആർ നോട്ട് ട്രൈയിങ്, ദേ ആർ നോട്ട് വില്ലിംഗ് ടു എക്സ്പെരിമെന്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വളരെ പക്കയായിട്ട് വളരെ ക്രിസ്പ് ഭയങ്കര കിടിലായിട്ട് സിനിമ എടുക്കണമെന്നില്ല. ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റും. അത് 1 crore ആയിരുന്നാലും 2 crores ആയിരുന്നാലും. പക്ഷെ അതിനുള്ള കമ്മിറ്റ്മെന്റ് ആണ്, സിനിമയോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. സിനിമയോടുള്ള കമ്മിറ്റ്മെന്റ് ആണോ, അത് വേറെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയുള്ള കമ്മിറ്റ്മെന്റ് ആണോ എന്നുള്ള കാര്യം നോക്കേണ്ടിയിരിക്കുന്നു. ഒരു മൂവിക്ക് ഒരു റിവ്യൂ പറയാൻ തക്കമുള്ള എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല.